ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സമാസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് നല്ലൊരു നാടൻ കറിയാണ്. മുരിങ്ങയ്ക്കയും ചക്കക്കുരുവും ചെമ്മീനൊക്കെ ചേർത്തിട്ടുള്ള നല്ലൊരു തീയലാണ്, വറുത്തരച്ചിട്ടുള്ളൊരു കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ ഒരു കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് നല്ല ചൂട് കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. പിന്നെ ഇതിലേക്കൊരു 2-3 ചെറിയുള്ളി ഒന്ന് കട്ട് ചെയ്ത് ഇവിടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. തേങ്ങയുടെ കളറെല്ലാം നന്നായിട്ടൊന്ന് ചേഞ്ച് ചെയ്യുന്നവരെ കൈയെടുക്കാണ്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതാ തേങ്ങയുടെ കളറെല്ലാം ഒന്ന് ചേഞ്ചായി വന്നു തുടങ്ങിയിട്ടുണ്ട്. എല്ലാം ഒരേപോലെ ഒന്ന് കളറ് ചേഞ്ച് ആവുന്നവരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതാ എല്ലാം ഒന്ന് നന്നായി തന്നെ കളറെല്ലാം ചേഞ്ചായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് പൊടികളായിട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഞാനിതിൽ കാശ്മീരി ചില്ലിയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചുകൂടെ ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായി വഴറ്റി കൊടുക്കണം. ഒട്ടും കരിഞ്ഞൊന്നും പോകരുത്. നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അടുത്തതായിട്ട് നമുക്കൊരു മൺചട്ടി എടുത്ത് വയ്ക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കടുകും 1 പിഞ്ച് ഉലുവയും ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1 വറ്റൽമുളക് ചെറുതായി കട്ട് ചെയ്തുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 7 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു ചെറിയ പീസ് ഇഞ്ചി ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു 2-3 അല്ലി വെളുത്തുള്ളി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് നന്നായി വഴറ്റി കൊടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മുരിങ്ങയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇത് ഒരു 2 മുരിങ്ങയ്ക്ക ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അത് ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചക്കക്കുരുവാണ് ചേർക്കുന്നത്. ഇത് ഞാനൊന്ന് 2ആയിട്ട് പിളർന്നാണ് ചേർക്കുന്നത്. അതും ഒന്ന് ചേർത്ത് വഴറ്റി കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ഇവിടെ ചേർത്ത് കൊടുക്കാം. അതും ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം ഒന്ന് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചെറു ചൂടുവെള്ളം ഒരു 1.5 കപ്പോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് കുക്കാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ മുരിങ്ങയ്ക്കയും ചക്കക്കുരുവൊക്കെ ഒന്ന് ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങ അരച്ച കൂട്ടാണ് അതുകൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് ആ ഒരു മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തൊന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി ഒന്ന് പിഴിഞ്ഞൊഴിച്ചാണ് കൊടുക്കുന്നത്. പുളിയുടെ അളവ് ഒരുപാട് അങ്ങ് കൂടിപ്പോകരുത്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്കൊരു 2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കറി ഒന്ന് ചെറുതായിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ചെമ്മീൻ ഒരുപാട് അങ്ങ് ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ മുരിങ്ങയ്ക്കയുടെ ഒപ്പം ഒന്നും കുക്കാക്കാതിരുന്നത്.
ഒരുപാട് ഓവർ കുക്കായാൽ ഇത് റബ്ബർ പോലെ ആയിപ്പോവും, അതുകൊണ്ടാണ്. എന്നിട്ട് അടച്ച് വെച്ചൊന്ന് കുക്കാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ കറിയെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് കുറച്ച് കറിവേപ്പിലയും അതുപോലെ ഇതിലേക്ക് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരുവും മുരിങ്ങക്കയും ചെമ്മീനും ഒക്കെ ചേർത്തിട്ടുള്ള ഈ ഒരു കറി തയ്യാറായിട്ടുണ്ട്. ഇത് ഇരിക്കും തോറും നന്നായി തന്നെ ഒന്ന് കുറുകി വരും. അപ്പോൾ ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ കറിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാനൊന്നും മറന്നു പോകരുത്. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.